ഹൈക്കോടതി ഉത്തരവ് പാസ്സാക്കുമ്പോൾ ഇതുപോലെയൊക്കെ തന്നെ സംഭവിക്കും എന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരവ് വന്നപ്പോൾ അതൊന്നുമില്ല എന്ന് മാത്രമല്ല, ഇയാൾ മത്സരിക്കേണ്ട എന്ന രീതിയിലുള്ള ഒരു വിധി തീർപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആന്റണി രാജുവിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുകയില്ല. അദ്ദേഹത്തിന് 70 വയസ്സിന് മേലായി ഇനി മത്സരിക്കാൻ ഒരു സാധ്യതയും കാണാനുമില്ല. ഇത് അവസാനത്തെ പോരാട്ടമാകുമായിരുന്നു. പാർട്ടി സീറ്റ് കൊടുക്കാൻ തയ്യാറാണ്, മുന്നണി സീറ്റ് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? കോടതി വിധി മറിച്ചാണ്. കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടാതെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല, ഹൈക്കോടതി അനുകൂല ഉത്തരവ് നൽകാതെ അദ്ദേഹത്തെ നിരാശനാക്കിയിരിക്കുകയാണ്. അങ്ങനെ ആന്റണി രാജു എന്ന് പറഞ്ഞ ഒരു നിയമസഭാ സാമാജികന് ഇത്തവണ മത്സരിക്കാൻ പറ്റിയില്ല. ആ സീറ്റിൽ വേറൊരാളെ കണ്ടെത്തി മത്സരിപ്പിക്കേണ്ടി വരും. ഇനി മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുക്കാനും പറ്റിയില്ല. അങ്ങനെ പുള്ളി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നെങ്കിലും പൂർണ്ണമായിട്ടും വിമുക്തനാവുകയാണ്.